ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വാട്ട്സ് ഇൻ മൈ ഫ്രിഡ്ജാണ്. ഞങ്ങളുടെ പുതിയ ഫ്രിഡ്ജാണ് കേട്ടോ ഇത്. പുതിയതെന്ന് പറയുമ്പോൾ 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. അങ്ങനെ ഭയങ്കരമായ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു സാധാരണ വീട്ടിൽ എന്തെല്ലാം കാണും അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതേ ഞങ്ങളുടെ ഫ്രിഡ്ജ്, ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ്. ഇതിൽ കാണുന്നതിനേലും കുറച്ചും കൂടി ബ്രൈറ്റാണ്. ഫോണിലായതുകൊണ്ട് ചെറുതായിട്ട് മങ്ങിയാണ് കാണുന്നത്. അപ്പോൾ ഇതാ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെയാണ് ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും മുകളിൽ നമ്മുടെ ഒരു പുൾ ഔട്ട് ട്രേ ഉണ്ടാവും. ശരിക്കും ഫിഷൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു പ്ലേസാണ്. അപ്പോൾ മീനൊന്നും ഞങ്ങളങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, അധികം മേടിക്കാറില്ല. അപ്പോൾ ഞാൻ അവിടെ ഈ ഒരു ഇൻസ്റ്റൻറ്റ് പൂരി പാക്കറ്റ് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിയോ പൂരിയോ എപ്പോഴും ഇവിടെ സ്റ്റോർ ആയിരിക്കും. കുട്ടികൾ പെട്ടെന്ന് വിശക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ നല്ല പാടല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് മേടിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. ഇത് പിന്നെ ഹോം മെയ്ഡ് ബട്ടറാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ മേടിക്കുന്ന പാലിൽ നിന്ന് തന്നെ ബട്ടറും നെയ്യൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി ഉള്ളത് 2 ചീസ് സ്ലൈസസ് ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് തീർന്നു കേട്ടോ. അപ്പോൾ ചീസൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവും. ബ്രെഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മുകൾ വശത്ത് സംഭവങ്ങൾ. ഇനി അതിൻ്റെ താഴെയായിട്ട് നമ്മൾ കുറച്ച് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബോക്സിൽ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കഴുകി നമുക്ക് ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് വേഗം എടുത്ത് കട്ട് ചെയ്താൽ മാത്രം മതി. കഴുകിയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഈ ഇത്തരം ബോക്സുകൾ ഇത് വളരെ വിലക്കുറവേ ഉള്ളൂ. ഒരെണ്ണത്തിന് 40 രൂപ മറ്റോ വരുന്നുള്ളൂ. ഞാൻ 8 പീസ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതായിരുന്നു. അപ്പോൾ ആദ്യത്തേൽ തക്കാളിയായിരുന്നു. ഇത് ചെറി ടൊമാറ്റോ ആണ് കേട്ടോ, വളരെ ചെറിയ തക്കാളി. അതുപോലെ തന്നെ ഇത് കുറച്ച് ലെറ്റ്യൂസാണ്. ഇത് ഞാൻ ഇതുപോലത്തെ സംഭവങ്ങൾ ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടാൽ ഞാൻ അപ്പോൾ മേടിച്ച് വയ്ക്കും. ഈ ചൈനീസ് ക്യാബേജും ലെറ്റ്യൂസും അതുപോലെ തന്നെ സെലറി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടാൽ മേടിച്ച് വയ്ക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഒരു മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടതായിരുന്നു ഈ ചെറി ടൊമാറ്റോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ ഇത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാനത് മേടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു ബോക്സിൽ ഞാനത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി 2 കണ്ടെയ്നേഴ്സ് ഉണ്ട് നമുക്ക്. അതിൽ ഒരെണ്ണത്തിൽ ഇഞ്ചി ആണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരെണ്ണത്തിൽ വെജിറ്റബിളാണ്, വെണ്ടയ്ക്ക, കോവയ്ക്ക, അങ്ങനെ എന്തോ ആണ്, വെണ്ടയ്ക്കാണ് ഇതിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴുകിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എടുത്താൽ മതി. ഇനി അതിൻ്റെ താഴെയുള്ള സ്പേസിൽ നമ്മൾ പാൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൽ എപ്പോഴും നമ്മൾ തിളപ്പിച്ചിട്ട് അതേപോലെ അനക്കാതെ വെക്കും. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ക്രീം എടുത്ത് മാറ്റിയിട്ട് ബട്ടറൊക്കെ തയ്യാറാക്കാൻ പറ്റുള്ളൂ. പിന്നെ ബ്രെഡ് ഉണ്ട്. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞൊന്നുമല്ല, എങ്കിലും നമ്മൾ ബ്രെഡ് പൊട്ടിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഇത് കുറച്ച് ദോശ ബാറ്ററാണ്. അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ ഒരു സ്പേസിൽ. ഇനി അടിയിലൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഉണ്ട്. അതിൽ കുറച്ചധികം ഫ്രൂട്ട്സൊന്നുമില്ല, ഓറഞ്ച് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ അതിൽ ഞാൻ ബീട്രൂട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇനി ഏറ്റവും അടിയിലായിട്ടാണ് ഇതിൻ്റെ ഫ്രൂട്ട് ബോക്സും നമ്മുടെ വെജിറ്റബിൾ ബോക്സും വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളെല്ലാം കൂടി ഇട്ട് വയ്ക്കുമ്പോൾ നമുക്ക് കഴുകിയിട്ട് ഇട്ട് വയ്ക്കുമ്പോൾ വെച്ചാലും ഒന്നുകൂടി കഴുകേണ്ടി വരും. അതുകൊണ്ട് കണ്ടെയ്നേഴ്സിലാക്കി വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിൽ കുറച്ച് പച്ചമുളകും ചീര അതുപോലെ കുക്കുംബർ അതുപോലത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അത് മാത്രമേ ഈ അടിവശത്ത് ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. പിന്നെ നമ്മൾ ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ക്വാഷോ ജ്യൂസുകളോ ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് കോഴിമുട്ടയും ചെറുനാരങ്ങ മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ ജ്യൂസും സ്ക്വാഷൊക്കെ മേടിച്ച് വെച്ചാൽ കുട്ടികൾ വെറുതെ എടുത്ത് കഴിച്ചിട്ട് അവർക്ക് എപ്പോഴും ജലദോഷമായിരിക്കും. പിന്നെ ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. പിന്നെ ഇത് കാലിയായി കിടക്കണം കേട്ടോ, വേറെ ഒന്നും വെച്ചിട്ടില്ല. കുടിക്കാൻ വെള്ളമൊന്നും വെക്കണില്ല കേട്ടോ. തണുത്ത വെള്ളം വെച്ചാൽ അവിടെ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് കുടിക്കാനുള്ള വെള്ളമൊന്നും വെക്കണില്ല. അപ്പോൾ ഇതാണ് താഴത്തെ പോർഷൻ. ഇത് കഴിഞ്ഞു. ഇനി മുകളിൽ ഫ്രീസർ നമുക്ക് നോക്കാം. കുറച്ച് മിൽക്ക് മെയ്ഡ് ഉണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഇതുപോലെ മൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ താഴത്തെ വശം കഴിഞ്ഞ് കേട്ടോ. ഇനി മുകളിലോട്ട് നോക്കുകയാണേ. അപ്പോൾ മുകളിലെന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്രീസർ പോർഷനാണ്. അപ്പോൾ നമുക്ക് കാണാം ഇതിൽ വേറെ ഒന്നുമില്ല. അതിൻ്റെ ഒരു ഐസ് ബാഗ് ഉണ്ട്. അത് കൂടാതെ നമ്മൾ മിൽക്ക് ക്രീം മാറ്റി വയ്ക്കുന്നത് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുന്നത്, അതുണ്ട്. അത് കൂടാണ്ട് ഉള്ളത് പിന്നെ ഉള്ളത് ഐസ് ട്രേ ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഫ്രിഡ്ജിൽ ഇങ്ങനെ ഐസ് ട്രേ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകൾ വശത്ത് ഐസ് ട്രേയിൽ വെള്ളമാക്കിയിട്ട് അത് ഫ്രീസ് ആവുന്ന സമയത്ത് ഇതുപോലെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള ഐസൊക്കെ താഴത്തെ ട്രേയിൽ സ്റ്റോർ ആയിക്കോളും. അപ്പോൾ നമ്മൾ ഐസ് ക്യൂബ് ആവശ്യമുള്ളപ്പോൾ ജസ്റ്റ് ആ ട്രേ ഇങ്ങോട്ട് പുള്ള് ചെയ്തെടുത്തിട്ട് ഐസ് ക്യൂബ്സ് എടുത്താൽ മതി. അപ്പോൾ അതുപോലും ഇപ്പോൾ വെക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും തണുപ്പാണല്ലോ ഇപ്പോൾ അത്ര ഹെൽത്തി അല്ല വെക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഫ്രിഡ്ജിലുള്ളത്. Thank you.